അങ്ങനെ എൻ്റെ നാട്ടിലെ ഈ വർഷത്തെ അവസാനത്തെ ഉത്സവം കഴിഞ്ഞിരിക്കുക കേട്ടോ. വെട്ടിത്തര അമ്പലത്തിൽ ഉത്സവമായിരുന്നേ. നല്ല അടിപൊളി ഒരു നാടൻ പാട്ടായിരുന്നു അവിടെ. കൂടുതൽ ഈ ഐറ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നാടൻ പാട്ടിലെ ഒരു ഐറ്റം മാത്രമായിരുന്നു ഇത്. ഇതുപോലെ തന്നെ ഒരുപാടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പക്ഷെ ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദാരികവധമായിരുന്നേ. രോമൊക്കെ ഉണ്ടല്ലോ എണ്ണീച്ച് നിന്നു. അത്രയ്ക്ക് രോമാഞ്ചം വന്നു ഇത് കണ്ടിട്ട്. അത്ര അടിപൊളി ഐറ്റം ആയിരുന്നു ഇത്. കണ്ടിങ്ങനെ നിന്നു പോകും നമ്മള്. അവിടെ 5 ദിവസത്തെ ഉത്സവമാണ്. ഇത് ലാസ്റ്റ് ഡേ ആണ്. അന്ന് ദേശതാലം ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തേക്ക് ഇത് അവിടെ താലം എടുക്കുന്നുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് താലം എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ധൃതിക്കാണ്. കാരണം ഇതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. താലം കഴിഞ്ഞിട്ട് ഓടി ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ട്രിപ്പിന് വേണ്ടിയുള്ള പാക്കിംഗ് ഒക്കെ നടത്താൻ വേണ്ടി. ഒരു കുട്ടി ട്രിപ്പായിരുന്നു. ഫാമിലി ആയിട്ട് പോയി നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഈ അമ്പലം എനിക്ക് പനക്കിൽ അമ്പലം പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു അമ്പലമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുടങ്ങാതെ പൂക്കോട്ടയിൽ പൂവും കൊണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ പോകുമെന്ന്. ആ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ പൂക്കോട്ടയുടെ നടുക്ക് ഒരു വാഴയിൽ കാണും കേട്ടോ. ആ വാഴയിലയുടെ മേളിലുള്ള പൂ വെട്ടുകാരയിൽ അമ്മയ്ക്കും താഴെയുള്ള പൂ പനക്കിൽ അമ്മയ്ക്കും ആയിരിക്കും. ഞാൻ അങ്ങനെ രണ്ടുപേർക്കും പകുത്താട്ടോ പൂ കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ സ്ഥിരമായിട്ട് പോകുമായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്സവത്തിന് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി വരും കേട്ടോ. എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും പുറത്തു നിന്നെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുവേ. ഒരു റോഡിന്റെ അപ്പുറം ഇപ്പുറമായിട്ടാട്ടോ ഈ 2 അമ്പലങ്ങളോട് നിൽക്കുന്നത്. അങ്ങനെ താലം അമ്പലത്തിലും എത്തി.